കണ്ണൂരിൽ പി ഇന്ദിരയാണ് UDF സ്ഥാനാർത്ഥി. ഇവിടെ UDF സ്ഥാനാർത്ഥി തന്നെയായിരിക്കും മേയറായി തിരഞ്ഞെടുക്കപ്പെടുക. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ അജീഷ്. UDF ആയിരിക്കും കണ്ണൂർ കോർപ്പറേഷന് നേതൃത്വം നൽകുക. 36 സീറ്റുകളാണ് UDFിനുള്ളത്. ലീഗിനും കോൺഗ്രസിനുമായിട്ട് 36 സീറ്റുകളാണ്. LDFന് 15 സീറ്റും ഒപ്പം തന്നെ NDAക്ക് 4 സീറ്റും SDP ആണ് 1 സീറ്റും. സ്വാഭാവികമായിട്ടും വലിയ തർക്കങ്ങളൊന്നും ഇല്ലാതെ കേരളത്തിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു. കോർപ്പറേഷൻ മേയറാണ് പി ഇന്ദിര. ആദ്യമായി പ്രഖ്യാപിച്ചതും ഇന്ദിരയുടെ പേരായിരുന്നു. അതുകൊണ്ട് വലിയ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ ചില പേരുകളൊക്കെ ഇന്ദിരയോടൊപ്പം പരിഗണിച്ചിരുന്നുവെങ്കിലും ശ്രീജ മഠത്തിൽ അടക്കമുള്ളവരുടെ പേരുകൾ പരിഗണിച്ചിരുന്നുവെങ്കിലും ഭരണ നേതൃത്വം ഒപ്പം തന്നെ നേരത്തെ ഒരു എക്സ്പീരിയൻസ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചായിരുന്നു ഇന്ദിരയുടെ പേരിലേക്ക് എത്തിയത്. 3ാം തവണയാണ് ഇന്ദിര കണ്ണൂർ കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പയ്യാമ്പലം ഡിവിഷനിൽ നിന്നാണ് ഇന്ദിര ജയിച്ചത്. ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കമുള്ളവരുടെ എത്തി. ജില്ലാ കളക്ടർ ആയിരിക്കും ഈ മേയറെ തെരഞ്ഞെടുത്തതിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യുക. കോർപ്പറേഷൻ കൗൺസിൽ ഹാളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനുശേഷം പുറത്തെ ഒരുക്കിയിട്ടുള്ള വേദിയിലായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുക. ഇതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ 8 മുനിസിപ്പാലിറ്റി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. അതിൽ 5 മുനിസിപ്പാലിറ്റി LDFും 3 UDFുമാണ് ഭരിക്കുന്നത്. പയ്യന്നൂർ, ഇരിട്ടി, കൂത്തുപറമ്പ്, തലശ്ശേരി, ആന്തൂർ നഗരസഭകൾ LDFും ഒപ്പം തന്നെ തളിപ്പറമ്പ്, ശ്രീകണ്ഠാപുരം, പാനൂർ നഗരസഭകൾ UDFുമാണ് ഭരിക്കുന്നത്. ഇതിൽ പാനൂരായിരുന്നു ചെറിയ ഒരു തർക്കമുണ്ടായിരുന്നു. അവിടെ മുസ്ലിം ലീഗാണ് നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പേര് പ്രഖ്യാപിച്ചപ്പോൾ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അതെല്ലാം നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചു. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ അങ്ങനെ തർക്കങ്ങളുള്ള ഒരു നഗരസഭയോ കോർപ്പറേഷനിലോ പോലും തർക്കങ്ങൾ ഉണ്ടെന്ന് പറയാനാകില്ല. ഏകപക്ഷീയമായിട്ടാണ് തീരുമാനങ്ങൾ ഐക്യകണ്ഠയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ തർക്കങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും എന്നാണ് UDF നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കണ്ണൂർ കോർപ്പറേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ അല്പസമയത്തിനകം പി ഇന്ദിര ഒപ്പം തന്നെ LDF UDF സ്ഥാനാർത്ഥികൾ ഒപ്പം മത്സരിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.